സർ, ശരീരത്തിൻ്റെ പ്രത്യേകിച്ച് ബ്രെയിൻ, ഹോർമോൺ, വൈറ്റമിൻ, കോശങ്ങളുടെ ഭിത്തി ഒക്കെ നിർമ്മിക്കാൻ നമുക്ക് കൊളസ്ട്രോൾ അത്യാവശ്യമാണല്ലോ. ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ കഴിച്ചാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം ശരിയാണ്. കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഭവമാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, അധികമായാൽ അമൃതും വിഷമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് നമുക്ക് ഷുഗർ ആവശ്യമാണ്, അതായത് ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഗ്ലൂക്കോസ് കൂടിയ ഡയബറ്റീസ് വരും. ഗ്ലൂക്കോസ് ഒരു പരിധിയിൽ കുറഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് വീഴും. അതുപോലെ തന്നെയാണ് കൊളസ്ട്രോളിൻ്റെ കാര്യം. നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിനൊക്കെ ആവശ്യമായ കൊളസ്ട്രോൾ നമ്മുടെ കരളിലാണ് നിർമ്മിക്കുന്നത്, അവിടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. എന്നാൽ നമുക്ക് എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള അസുഖം ഉണ്ടാകുമ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ ഒരു ഭാഗമായ LDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അളവ് വല്ലാതെ കൂടും. ഈ LDL കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോൾ അത് നമ്മുടെ കോശങ്ങളുടെ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ അടിയുകയും അവിടെ ഇൻഫ്ലമേഷൻ, അതിനെ തുടർന്ന് കാൽസിഫിക്കേഷൻ, അത് അടഞ്ഞു പോവുക, പിന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് തുടങ്ങിയ സംഭവങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്നത്. അല്ലാതെ മൊത്തമായിട്ടുള്ള കൊളസ്ട്രോളിനെ അല്ല, LDL കൊളസ്ട്രോളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചാൽ അപകടം ഉണ്ടാകുമെന്ന് പറയുന്നവരോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമാണ്, നമ്മുടെ ശരീരത്തിന് നിർമ്മിക്കണം. LDL കൊളസ്ട്രോൾ എന്തിനാണ് ആവശ്യം? ഹാർട്ട് അറ്റാക്കിനാണ്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, മരുന്ന് കഴിച്ച് നിങ്ങളുടെ LDL കൊളസ്ട്രോൾ കുറച്ച് ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കണോ, അതോ മരുന്ന് കഴിക്കാതെ LDL കൊളസ്ട്രോൾ കൂട്ടി നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാമെന്ന് കരുതി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കണോ? ഇത്രയും ചോദിച്ചാൽ മതി.